പുനലൂരിലെ ആധുനിക അറവുശാല നിർമ്മിക്കുന്നത് ഡിസൈൻ ബിൽഡ് ഓപ്പറേറ്റ് വ്യവസ്ഥയിൽ. പദ്ധതിയുടെ രൂപരേഖ തയ്യാറാക്കി നിർമ്മാണം നടത്തുന്നതിന് പുറമെ 10 വർഷത്തേക്ക് അറവുശാല പ്രവർത്തിപ്പിച്ച് പരിപാലിക്കുന്നതിനുള്ള ഉത്തരവാദിത്തവും കരാറെടുക്കുന്ന കമ്പനിക്കാകും. നിർമ്മാണത്തിന് പൈലിംഗ് ജോലികൾ ആരംഭിച്ചു. ബംഗളൂരു ആസ്ഥാനമായ MR ഫാംസ് എന്ന കമ്പനിയാണ് പുനലൂരിലെ അറവുശാല നിർമ്മാണത്തിന് കരാറെടുത്തിട്ടുള്ളത്. 1.5 വർഷമാണ് നിർമ്മാണ കാലാവധി. നിർമ്മാണത്തിന് ശേഷം 10 കൊല്ലം അറവുശാല പ്രവർത്തിപ്പിക്കുന്നതും ഇതേ കമ്പനി തന്നെയായിരിക്കും. ശ്രീരാമവർമ്മപുരം ചന്തയുടെ കിഴക്കുഭാഗത്തായി 75 സെന്റ് ഭൂമിയിലാണ് അറവുശാല നിർമ്മിക്കുന്നത്. 2 മാസമായി ഇവിടെ പ്രാഥമിക പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. കഴിഞ്ഞ ദിവസം പൈലിംഗ് ജോലികൾ ആരംഭിച്ചു. മൊത്തം 35 പൈലുകളാണ് നിർമ്മിക്കേണ്ടത്. ഇതിൽ 6 എണ്ണത്തിന്റെ നിർമ്മാണമാണ് ആരംഭിച്ചത്. സർക്കാർ ഏജൻസിയായ ഇമ്പാക്ട് കേരളയ്ക്കാണ് ഇതിന്റെ നിർമ്മാണ മേൽനോട്ട ചുമതല. മാലിന്യം സംസ്കരിക്കുന്നത് ഉൾപ്പെടെ എല്ലാ സൗകര്യങ്ങളോടും കൂടിയാണ് അറവുശാല നിർമ്മിക്കുന്നതെന്ന് അധികൃതർ ചൂണ്ടിക്കാട്ടി. പ്രതിദിനം 50 മാടുകളെയും 25 ആടുകളെയും കശാപ്പ് ചെയ്യാൻ തക്കവിധം സൗകര്യമുണ്ടാകും. പുനലൂർ നഗരസഭയ്ക്കും സമീപ പഞ്ചായത്തുകൾക്കും ഇവിടെ കശാപ്പ് നടത്താം. കിഫ്ബി ഫണ്ടിൽ നിന്ന് അനുവദിച്ച 13.5 കോടി രൂപയാണ് അടങ്കൽ. ഇതേ സ്ഥലത്ത് പ്രവർത്തിച്ചു വന്നിരുന്ന അറവുശാല 15 വർഷം മുമ്പ് പൂട്ടിയിരുന്നു. ഇവിടെ നിന്നുള്ള മലിനജലം കുടിവെള്ള സ്രോതസ്സായ കല്ലടയാറിനെ മലിനമാക്കുന്നെന്ന കണ്ടെത്തലിനെ തുടർന്നായിരുന്നു ഇത്. പിന്നീട് ആധുനിക സൗകര്യങ്ങളോടെ പുതിയ അറവുശാല നിർമ്മിക്കുമെന്ന് നഗരസഭ വാഗ്ദാനം ചെയ്തിരുന്നെങ്കിലും 1.5 പതിറ്റാണ്ടിന് ശേഷമാണ് ഇത് യാഥാർത്ഥ്യമാകുന്നത്. പുനലൂരിൽ കന്നുകാലികളുടെ കശാപ്പ് അവസാനിച്ചതോടെ നഗരസഭാ പരിധിയിലും സമീപ പഞ്ചായത്തുകളിലും അനധികൃത കശാപ്പ് വ്യാപകമായിരുന്നു. ന്യൂസ് ബ്യൂറോ, പുനലൂർ.